ഞാൻ ORC, അതായത് അവർ NGOയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു സമ്മർ ക്യാമ്പിൽ ഇന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം. എനിക്കത് വളരെ ഇഷ്ടമായിട്ട് തോന്നി. കാരണം നമ്മളുടെ കുട്ടികൾക്ക് ഹെൽത്തി ഫുഡ് എന്താണ്, അൺഹെൽത്തി ഫുഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അറിയുമെങ്കിൽ പോലും അവരൊരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് അത് നോക്കുന്നത്. അതല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിന്റെയും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡിന്റെയും കൂടിയിട്ടുള്ള ചിത്രങ്ങൾ മിക്സ് ചെയ്ത് കൊളാഷ് രൂപത്തിൽ അവിടെ ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ ഇവരോട് എന്നിട്ട് പറയാ, ഇതിൽ ഹെൽത്തി ഫുഡിന്റെ പിക്സും അൺഹെൽത്തി ഫുഡിന്റെ പിക്സും കൂടിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരോട് അതിൽ ഒട്ടിച്ച് ഒരു ഫുഡ് പ്ലേറ്റ് ഉണ്ടാക്കാൻ പറയാ. ഒരു ഫുഡ് പ്ലേറ്റിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, മറ്റതിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം. അപ്പോ നമ്മുടെ വെക്കേഷൻ ക്ലാസ്സിൽ അത് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഈ ബർഗറൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അൺഹെൽത്തി ആയിട്ട് കാണുന്ന വസ്തുക്കളാണ്. ബർഗർ, സാൻഡ്വിച്ച് അത്ര പോപ്പുലർ അല്ല അവരുടെ ഇടയിൽ. പിന്നെ എന്തൊക്കെയാ കുറെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫുഡുകളാണ്. അതിലുണ്ടാവുന്ന നെഗറ്റീവ്, അതായത് ആ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്ന മോശം കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ അവെയർ അല്ല ചില കുട്ടികളാണ്. ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ കുട്ടികൾക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം ഭക്ഷണ രീതികൾ കൊടുക്കാതെ അവർക്ക് ചിലപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉമ്മയോ ഒരു ഹഗ്ഗോ ആയിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതേസമയം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കുഞ്ഞുങ്ങളെ ഈ ലോകത്ത് തന്നെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് പേരെ കാണാനുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവര് ഇത്തരം ഫുഡുകൾ പുറത്തുനിന്ന് കണ്ടാൽ വളരെ ആർത്തിയോടുകൂടി ചിലപ്പോൾ ഉപയോഗിക്കും. പണ്ടത്തെ കാലത്ത് ബേക്കറി വസ്തുക്കൾ കുട്ടികൾക്ക് കൊടുക്കരുത് പറഞ്ഞ് നീക്കി വെക്കുമ്പോൾ പല കുട്ടികളും മിക്സ്ചറൊക്കെ കണ്ടാൽ ആർത്തി കാണിക്കുന്നു പറയണത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് ഇത്തരം ഭക്ഷണ രീതി അല്ലെങ്കിൽ ഭക്ഷണത്തിനോടുള്ള അവരുടെ മോഹങ്ങള്. അപ്പൊ 2 ആഴ്ച കൂടുമ്പോഴോ മാത്രം ഇത്തരം ഭക്ഷണങ്ങൾ കൊടുക്കുക. അതല്ലാണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ് നല്ലത് ഉണ്ടാക്കുന്നത്, കുട്ടികൾക്ക് ഉണ്ടാവണമെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അവിടെ ഒരു ഫാമിലി ടൈം രൂപപ്പെടുന്നുണ്ട്. അതായത് ഈ ഭക്ഷണം നല്ലത് എന്തുകൊണ്ടാണ്, അവരുടെ ഹെൽത്തിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു. ഇതും അധികമായാൽ പ്രശ്നമാണ്. മൊബൈൽ അഡിക്ഷൻ പോലെ തന്നെയാണ് ഫുഡ് അഡിക്ഷനും. നമുക്ക് ചില ടേസ്റ്റിനോടുള്ള നമ്മുടെ അഡിക്ഷൻ, അതിനെ ഒന്ന് വേണ്ട പോലെ മാനേജ് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മളുടെ കുട്ടികളുടെ ഹെൽത്ത് നന്നായി വരും. ഇപ്പോ എല്ലാവരും ലീവാണ്, ചെറിയ അസുഖങ്ങള്, ഒട്ടും അവർക്ക് റെസിസ്റ്റൻസ് പവർ ഇല്ല. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് റെസിസ്റ്റൻസ് പവർ ഇല്ലാത്തത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഏതൊക്കെ ഭക്ഷണ രീതിയിൽ നിന്നാണ് അത് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അടുത്ത ഒരു പ്രൊജക്ട് എന്നുള്ള മട്ട് ഓരോ വീടുകളിൽ നിന്നും കുട്ടികൾക്ക് ഹെൽത്തി ഫുഡേ കൊടുക്കുള്ളൂ എന്ന് തീരുമാനിക്കുക. ഇപ്പൊ നമുക്ക് കിട്ടുന്ന പച്ചക്കറികളിലും ഒക്കെ അറിയാലോ, നിറയെ മായം ചേരുന്നുണ്ട് ഫുഡിലും ഒക്കെ, അതുപോലെ ഇതിലും എന്താ പറയാ ഫ്രൂട്ട്സിലൊക്കെ. അതിനെ നമുക്ക് ഇന്നത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന മായത്തിനെ ഒഴിവാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. പല കുട്ടികളും പറയട്ടോ അത് അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. അതുപോലെ നന്നായി ക്ലീൻ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക, നന്നായി കുക്ക് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫിഷ്, എഗ്ഗ് അതൊക്കെ കുട്ടികൾക്ക് ഹെൽത്തിന് നല്ലതാണ്. അങ്ങനെ നല്ല നല്ല വസ്തുക്കൾ അവർക്ക് കൊടുക്കണം. അവരുടെ ഹെൽത്ത് നന്നായി വരട്ടെ. അതോടൊപ്പം തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ നന്നായി ബാധിക്കും, കോൺസെൻട്രേഷന് ഗുണം ചെയ്യും. ഇതൊക്കെ നന്നായി മനസ്സിലാക്കി നല്ലൊരു ഹെൽത്തി ഫാമിലി ആവാൻ വേണ്ടി ശ്രമിക്കുക എന്ന്